7 ദിവസം തുടർച്ചയായി ഉപയോഗിച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ പച്ചരിയാണ്. നമ്മൾ എന്ത് ദോശക്കൊക്കെ എടുക്കുന്ന അരി, അതൊരു 4 ടേബിൾ സ്പൂൺ വേണം. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കിയിട്ട് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. ഈ പച്ചരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചോറുണ്ടാക്കണ ഏത് അരിയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ അതെടുത്താലും മതി. ഇനി അടുത്ത ഐറ്റം, നമ്മൾ ഉപ്പേരിക്കൊക്കെ എടുക്കുന്ന പച്ച കളറിലുള്ള പയറുണ്ടല്ലോ, ചെറുപയർ, അതാണ് വേണ്ടത്. അതൊരു 4 ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നാലുള്ളൂ അതിലുള്ള ആ ഒരു നമ്മൾ ഒഴിക്കണ ആ വെള്ളം നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ഒഴിക്കണ വെള്ളം നല്ലോണം കഴുകാനാണ്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ആദ്യം നിങ്ങൾ ചെറിയൊരളവിൽ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായൊരു ഗ്ലോ ക്രീമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാതെ 4-5 ദിവസം പുറത്ത് തന്നെ ഇരിക്കും. ഒരാഴ്ച വരെ പുറത്തിരിക്കും, കേടാവില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലേറെ കുറച്ചും കൂടെ അധികം ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞത് ഞാൻ. ഇനി ഇത് നന്നായി സോക്കാവണം. അതിന് നമ്മൾ ഏറ്റവും ബെറ്റർ ഓവർനൈറ്റ് വെക്കലാണ്. അതല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ, എനിക്കിപ്പോൾ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 മണിക്കൂറായി. അത്യാവശ്യം സോക്കായിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ വെള്ളം തന്നെയാണ് യൂസ് ആക്കേണ്ടത്. നമ്മളെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനും അതുപോലെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന സൺ ടാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കരുവാളിപ്പ്, അതുപോലെ മുഖക്കുരു ഉണ്ടായതിന് ശേഷം നമ്മളെ മുഖത്തൊരു പാടുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവാൻ ഈ പച്ചരി നമ്മെ നല്ലോണം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പച്ചരി യൂസ് ആക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മളെ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. പണ്ട് കാലം മുതൽക്കേ നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ് ഈ ചെറുപയർ. ഈ ചെറുപയറിൻ്റെ പൊടി നമ്മളെ മുഖക്കുരു ഉണ്ടാവാതിരിക്കാനും ഈ പാടുകൾ വരാതിരിക്കാനും നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ വരുന്ന ചുളിവുകൾ ഇതൊക്കെ മാറാൻ നമ്മളെ നല്ലോണം സഹായിക്കുന്നുണ്ട്. പണ്ട് കാലം മുതൽക്കേ ചെറിയ കുട്ടികൾക്ക് ഈ ചെറുപയറിൻ്റെ പൗഡർ സാധാരണയായി ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലുണ്ടല്ലോ, നമ്മൾ പൊടിച്ചെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനൊരു ക്രീമാക്കിയിട്ട് നമ്മൾ യൂസ് ആക്കുകയാണെങ്കിൽ അതിലേറെ ബെറ്റർ റിസൾട്ടാണ്. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ട് ക്രീമി ആക്കിയിട്ട് എടുത്തു വരാം. ഒരു ലൂസ് ക്രീമി ഒരു ടെക്സ്ചറാണ് വേണ്ടത്. ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അരിക്കണ സമയത്ത് അരിപ്പയിലൂടെ ചാടൂല. കുറച്ചൊരു ലൂസ് ക്രീമി ടൈപ്പ് അങ്ങനെ വേണം. ഒരു പാൽപാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് മിക്സിയുടെ ജാറിൽ നിന്ന് പാർന്ന് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കുക. ആ ഒരു വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ വെള്ളം മാത്രമാണ് നമുക്ക് യൂസ് ആക്കേണ്ടത്. ഇത് വെച്ചിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അരിക്കണ സമയത്ത് അടിയിലൊക്കെ നല്ലോണം ഊറി ഇതായിട്ടുണ്ടാവും. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഫുള്ള് യോജിപ്പിച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നേരെ സിമ്മാക്കി വെക്കുക. എന്നിട്ട് ഈ വാൽപാത്രം ഗ്യാസിലോട്ട് വെക്കുക. ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം നന്നായി ഇളക്കുക. ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ പടി പിടിക്കും. അതുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ റെഡിയാവും. അത്ര ടൈം മതി. ഇങ്ങനെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ നല്ലൊരു അടി പിടിക്കാതെ ശരിയായൊരു കൺസിസ്റ്റൻസിയിലേക്കും കിട്ടും. അത്
അല്ലെങ്കിൽ കട്ട കട്ടാവും. സ്പൂൺ കൊണ്ടൊന്നും പെട്ടെന്ന് എല്ലായിടത്തും കൂടെ എത്തൂലല്ലോ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലോണം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെക്കുക. അപ്പോൾ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടായി കൊണ്ടേക്കാരം. അപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ക്രീമില്ലേ, നമുക്ക് കൊച്ചു കുട്ടികളുണ്ടാവുമല്ലോ, ചെറിയ കുട്ടികൾ, അവർക്ക് ഒരു 6 മാസം മുതലുള്ള കുട്ടികൾക്ക് ഇത് തേച്ച് കൊടുക്കുക. കാരണം എൻ്റെ കുട്ടികൾക്ക് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ആക്കണത്. ഞാനും ഉപയോഗിക്കാറുണ്ട്. നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്താ ഒരു ക്രീമി, നല്ല ബബിളൊക്കെ വന്നിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ളതാണെങ്കിലും ഇത് ഓപ്ഷണലാണ്. ഇത് വേണ്ടവർക്ക് ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ്. നമുക്കൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് അലോവേര ജെല്ലുണ്ടല്ലോ, അലോവേര ജെല്ല് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം. എനിക്കിതിൻ്റെ കണക്കറിയാം, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കണക്കിലെടുത്തിടുന്നത്. ഒരു ടീസ്പൂൺ മാത്രം മതി. ഇനി ഇത് മിക്സിയിൽ അടിക്കരുത്. ഇനി ഇത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോം മാറിപ്പോവും. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മൾ സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേപോലത്തെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. ഇത് റെഡി ആയതിനു ശേഷം അത് കണ്ടോളൂ. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുക. ഇതാണ് റെഡിയായി. ഇനി ഇതിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ കരിവാളിപ്പും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ നിറം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ട് കാണിക്കുകയാണ്. ഇതിൽ എത്ര കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം നമ്മൾ അകത്തുനിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് വേറൊരു കളറിലാണ് കിട്ടുന്നത്. പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് അത് വേറൊരു കളറിലാണ് സ്കിന്നിൻ്റെ കളർ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കി. ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഡ്രൈ ആവും. ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ നല്ലോണം വാഷ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വാട്ടർ വെച്ചങ്ങാണ്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയണം. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. അടിപൊളി റിസൾട്ടാണ്, സൂപ്പറാണ്. കാരണം ഏത് പ്രായക്കാർക്കും, എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കുക. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ ഡെയിലി യൂസ് ആക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസോടെ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിതൊന്ന് യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താണ് കിട്ടിയതെന്ന്, എന്തായാലും നല്ലതാണെങ്കിലും ബാഡാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയണേ. കാരണം ഒറ്റ യൂസിൽ ഇത് റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് എന്തായാലും റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. വെളുപ്പ് നിറത്തിനോ കറുപ്പ് നിറത്തിനോ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നുമില്ല. നിറം നമുക്ക് കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ ആണ്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു, ഇങ്ങനെ ഗ്ലോ കിട്ടാൻ പറ്റുന്ന ക്രീം എന്തെങ്കിലും ഉണ്ടോ, കുറച്ച് നാൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ വട്ടം ഉണ്ടാക്കി വെച്ചാൽ യൂസ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിലെ കുറച്ച് പേര് എൻ്റെ ഒരു ക്രീമിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷെയർ ആക്കണത്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് നിറം വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ജന്മന കളർ കുറഞ്ഞ കുട്ടികൾക്ക് എന്താണ് നിറം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള, നമ്മൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്രീമും കൂടെയാണ്. നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് ഒരു ഗുണമില്ലാത്ത കുറേ ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുന്നേക്കും നല്ലത് ഇങ്ങനെ നാച്ചുറലായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമുകൾ ഉപയോഗിക്കാം. ആണ് പെണ്ണ് ഭേദമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാം. ഈ പാക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഞങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അത്രക്കും കിടിലം റിസൾട്ടാണ് ഇതിന്. അത് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതൊരു ഡെയിലി ഒരു 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ശരീരം ഫുള്ളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനത്തെ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് നല്ലോണം മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം നല്ല പൊടി കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇത്
അപ്ലൈ ചെയ്യുക. ഒന്ന് സ്റ്റീമിങ് ചെയ്യുകയാണെങ്കിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സ്റ്റീമിങ് ചെയ്തിട്ട് ഒന്ന് ആവി കൊള്ളിച്ചിട്ടൊക്കെ നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഒന്ന് സാധാ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആവും. അപ്പോൾ തന്നെ കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല, നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.